ഗുരുവിനെ കേട്ടത് കൊണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ കേൾവി ഈ പറഞ്ഞ പോലെ കുറച്ച് ചൈതന്യത്തെ, ജീവിക്കുവാനുള്ള ഊർജത്തെ, ജീവിക്കുവാനുള്ള ഒരു പ്രത്യാശയെ കടം തരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂടിയിരിക്കലിൽ ഗുരുവിനെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ അകതാരിലേക്ക് തിരിഞ്ഞുള്ള ഒരു നോട്ടം എന്നതിനെ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തി തീർക്കുന്ന പരിവർത്തനങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തി തീർക്കുന്ന മാറ്റങ്ങൾ ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ ഗുരുദേവനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ ഗുരുദേവനെ പഠിക്കുന്നതിന് മുമ്പ് ഒരു നമ്മളുണ്ടായിരുന്നു. ഗുരുദേവനെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മളുണ്ട്. അത് നമ്മൾ ഈ കാലവർഷം കണക്ക് കൂട്ടുന്നത് പോലെയാണ്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും എന്ന് പറയുന്നത് പോലെയാണ് ഒരു സാധാരണ മനുഷ്യൻ ശ്രീനാരായണ ഗുരുദേവനെ അറിയുന്നതിന് മുമ്പും ശ്രീനാരായണ ഗുരുദേവനെ അറിഞ്ഞതിന് ശേഷവും അവൻ്റെ മാനസിക മനോവ്യാപാരങ്ങളെ, അവൻ്റെ ഗുണഘടനകളെ, അവൻ്റെ ചിന്താരീതികളെ, അവൻ്റെ മനോഭാവങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വലിയ തരത്തിലൊരു മാറ്റം അവരിൽ സംഭവിച്ചിരിക്കുന്നത് കാണാം. അതെന്താണ് എന്ന് ചോദിച്ചാൽ, അത് ഗുരു നേരായിരിക്കുന്ന അറിവിൻ്റെ ഒരു വഴി നമുക്ക് കാട്ടിത്തന്നത് കൊണ്ടാണ്. ഗുരു അറിവിൻ്റെ പൊരുളാണ്. അത് നേരായിരിക്കുന്ന സത്യത്തിലേക്കുള്ള ഗുരുവിൻ്റെ മാർഗമായിരുന്നു. അതുകൊണ്ട് ആരൊക്കെ ഈ ഗുരുമാർഗത്തിലേക്ക് കടന്നു വരുന്നുവോ അവിടെയൊക്കെ ഗുരു നമ്മളെ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു കൈ പിടിച്ചുകൊണ്ട് ഒരച്ഛൻ നടക്കാൻ കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ കൈ പിടിച്ച് ഗുരു നമ്മളെ ആവോളം നടത്താൻ പഠിപ്പിക്കുന്നു. നടന്നു കഴിഞ്ഞാൽ അറിയാം പിന്നെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ കഴിയും. അപ്പോൾ ഗുരു നമുക്ക് ചെയ്യുന്നത് ഈ അറിവിൻ്റെ ചില ആദ്യ പാഠങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ അറിവിനെക്കുറിച്ച് ഗുരു ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ? പല ഭാഷകളിൽ, പല കൃതികളുടെ രൂപത്തിൽ, പല ദർശനങ്ങളുടെ രൂപത്തിൽ, പല പ്രബോധനങ്ങളുടെ രൂപത്തിൽ, പല സന്ദർഭങ്ങളിൽ, പല സംഭാഷണങ്ങളിൽ. എവിടെയൊക്കെയാണ് ഗുരുവിനെ കാണാൻ കഴിയുക? നിസ്സാരമെന്ന് തോന്നുന്നതിൽ പോലും, ചുമ്മാ ഒരു തമാശയാണ് എന്ന് തോന്നുന്നതിൽ പോലും ഗുരു ഒളിപ്പിച്ചിരിക്കുന്ന ഗൗരവത്തിൻ്റെ സ്വാരസ്യം. കഴിഞ്ഞ ദിവസം ഗുരുവിൻ്റെ വചനങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമര രംഗം വളരെ തിളച്ചു മറിയുന്ന ഒരു സമയത്ത് ഒരു ഭക്തൻ, ഒരു ശിഷ്യൻ വളരെ ആവേശത്തോടു കൂടി ഗുരുവിനോട് പറഞ്ഞു, സത്യത്തിൽ നമ്മൾ എന്തിനാ ഇത്രയും പേടിക്കണേ? എല്ലാ ഇന്ത്യക്കാരനും കൂടി നീട്ടി തുപ്പിക്കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരൊക്കെ ഒലിച്ചു പോവില്ലേ ആ തുപ്പൽ സമുദ്രത്തിൽ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം ഗുരു പറഞ്ഞത്, ബ്രിട്ടീഷുകാരനെ കണ്ടാൽ നമുക്ക് തുപ്പൽ വരണ്ടേ എന്നാണ്. വായിൽ വരണ്ടേ, വെള്ളം വരില്ല. നീട്ടി തുപ്പണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ വരില്ല. അപ്പോൾ അത്രയും ഭയത്തോടെ, അത്രയും ഭീതിയോട് കൂടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഓരോന്നും ജീവിക്കുക. പലതും ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു ധൈര്യവും വരില്ല. അപ്പം ഗുരുദേവൻ അറിയാം, ഈ ധൈര്യമില്ലായ്മയാണെങ്കിലും, ഈ ആശങ്കകളാണെങ്കിലും, ഈ സംശയങ്ങളൊക്കെ ആണെങ്കിലും അതെങ്ങനെ വരുന്നതാണ്? അതൊക്കെ ഒരു തരം അറിവില്ലായ്മയിൽ നിന്ന്, നമുക്ക് നമ്മെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയിൽ നിന്ന് വരുന്നതാണെന്ന് ഗുരുവിന് നല്ല നിശ്ചയമുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും തന്നെ ഒരു സ്വത്വനിശ്ചയമില്ലായ്മയിലൂടെ കടന്നു പോകുന്നവരാണ്. സ്വത്വനിശ്ചയമില്ല. ഇപ്പോഴും നമുക്കറിയില്ല ഞാൻ ആരാണെന്നും, എൻ്റെ ജീവിതോദ്ദേശം എന്താണെന്നും, എൻ്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്താണെന്നും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും, ഞാൻ എന്താണ് ചിന്തിക്കേണ്ടതെന്നും, ഞാൻ എന്താണ് പറയേണ്ടത് എന്നൊന്നും നമുക്കിപ്പോഴും നിശ്ചയമില്ല. ആ നിശ്ചയമില്ലായ്മ ഒരു വ്യക്തിയെ വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും എന്ത് തീരുമാനമെടുക്കാതെ ഉഴറുന്നത്, ഏതൊരു തീരുമാനത്തിൽ എത്തിച്ചേരണമെന്ന് നമുക്കറിയാതിരിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവില്ലായ്മയിലാണ് നമ്മുടെ ജീവിതമെല്ലാം കൈവിട്ടു പോകുന്നത്. നമുക്ക് തോന്നുന്നത് എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നാണ്. കുറേ പേര് അങ്ങനെയാ പറയുക, എനിക്ക് സമ്പത്തില്ല, എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര ഭദ്രമായേനെ.
ചില ആളുകൾ പറയും, എനിക്ക് വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര ഭംഗിയായിരുന്നേനെ. ചില ആളുകൾ പറയും, എനിക്കൊരു സൗന്ദര്യമില്ല, സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര കളർഫുള്ളായേനെ. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ബാഹ്യമായിരിക്കുന്ന ചില വിഷയങ്ങളിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നമ്മുടെ പോരായ്മ. നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ സാധിക്കാത്തത് നമുക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടോ, നമുക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടോ, നമുക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഗുരു പറഞ്ഞ അറിവ്, ആ അറിവ് ഒരു അക്കാദമികങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല, ഒരു കോളേജുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല. അത് ഗുരുസമക്ഷമിരുന്ന് തന്നെ, ആ നേരിട്ടുള്ള പ്രഭയിൽ നിന്ന് തന്നെ, ആ നേരിട്ടുള്ള വാക്കുകളിലൂടെ തന്നെ നമ്മൾക്ക് സ്വാംശീകരിക്കേണ്ടതാണ്. അപ്പം ആ അറിവിൻ്റെ കുറവ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവായിട്ട് മാറുന്നത്. അതിനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഉള്ളിൽ ഈ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടുന്ന അന്നവസ്ത്രാദികളൊക്കെ ഗുരു തന്നിട്ടുണ്ട് അല്ലേ? എന്നും നമ്മൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെന്ന്. പിന്നെന്താണ് അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഉദ്ദേശിച്ച സാരിയൊന്നും കിട്ടിയില്ല അല്ലേ? എന്നും നമ്മൾ പറയും, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ, ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ അല്ലേ? അങ്ങനെയല്ലേ പാടുന്നത്? അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കണേ എന്നല്ല ഗുരു പാടാൻ പഠിപ്പിച്ചത്. രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ എന്താ? അപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു എവിടെയോ ഉള്ള ഒരു ആർത്തി, എവിടെയോ ഉള്ള ഒരു അത്യാഗ്രഹം, എവിടെയോ കിടക്കുന്ന ഒരു ലോഭം, ഇതൊക്കെ നമ്മളെ നയിക്കുന്നുണ്ട്. പക്ഷെ ഗുരു പറയുന്നത് ജീവിതം ധന്യതയോടെ തനിക്ക് സംതൃപ്തമാണ് എന്ന് അറിയിക്കാനുള്ള ഒരു വിജയഗാഥയാണ് എന്ന് കാണിക്കാനാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു. എനിക്ക് വേണ്ടുന്നത് എന്താണോ അത് ഈശ്വരൻ തരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ആഗ്രഹം മൂത്ത മനസ്സാണ് പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ച വീടല്ല എനിക്ക് കിട്ടിയത് എന്നുള്ളത്. അത് ഗുരുവിൻ്റെ കുഴപ്പമല്ല, അത് ഈശ്വരൻ്റെ കുഴപ്പമല്ല. ഞാൻ ഉദ്ദേശിച്ച വാഹനമല്ല എനിക്ക് കിട്ടിയത്, ഞാൻ ഉദ്ദേശിച്ച വസ്ത്രമല്ല എനിക്ക് കിട്ടിയത്, ഞാൻ ഉദ്ദേശിച്ച വീടല്ല എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറയുന്നത് ഗുരുവിൻ്റെ കുഴപ്പമല്ല. ഉടുക്കാനും ഉണ്ണാനും കിടക്കാനും നമുക്ക് ആവശ്യമുള്ളത് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനോടൊരു നന്ദി, അതിനോടൊരു കൃതജ്ഞത പറയുകയോ വേണ്ടു. അതിനെ കണ്ട് നമ്മൾ ജീവിതത്തോട് കൃതജ്ഞതയുള്ളവരാകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന, ഹൃദയത്തിനുണ്ടാകുന്ന ഭാവമാണ് ധന്യത. അവനെയാണ് ധന്യാത്മാവ് എന്ന് വിളിക്കുന്നത്.